ഇതിനു വേണ്ടിയിട്ട് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ധാരണയും ഇന്ത്യൻ എംബസിക്ക് പോലും ഇല്ല. ഈ എന്ത് നിയമമാണ് അവിടെ എന്നുള്ളത് നമ്മൾ ഈ പെരുമഴക്കാല സിനിമയിലുണ്ട് സലീം കുമാർ പറയുന്നത് സൗദിയാണ് നാട്, ശരിയത്താണ് കോടതി. ഓക്കെ, ശരിയത്ത് കോടതിയും ഇല്ല, സൗദിയിൽ അങ്ങനെ ഒരു പീനൽ കോഡും ഇല്ല. ആളുകൾ ഇവിടെ ഇരുന്നിട്ട് ഓരോ ക്രിമിനൽ കുറ്റം ഇവിടെ നടക്കുന്ന സമയത്ത് പറയും സൗദിയിലെ നിയമം വരണമെന്ന്. നിങ്ങൾക്ക് ഇപ്പം നെറ്റിലടിച്ച് നോക്കാം, ഇന്ന് വരെ സൗദിയിലൊരു പീനൽ കോഡില്ല. ഇന്ത്യക്കാരെന്നുള്ള നിലയ്ക്ക് ഇന്ത്യയും ഖത്തറുമായിട്ട് 2 അഗ്രിമെൻറ്റുകൾ നിലവിലുണ്ട്. ഈ 2 അഗ്രിമെൻറ്റും അപ്ലൈ ചെയ്യപ്പെടുകയാണെങ്കിൽ മിക്കവാറും ഇന്ത്യക്കാർ ജയിലിൽ കിടക്കില്ല. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ അരുണിൻ്റെ കാര്യമാണ് ഇവിടെ മെയിനായിട്ടുള്ളത്, അല്ലെങ്കിൽ ചെക്കേഴ്സിൻ്റെ കാര്യമാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. 1999 ഇന്ത്യയും ഖത്തറുമായിട്ട് സൈൻ ചെയ്തിട്ടുള്ള ദി റെസിപ്രോക്കൽ പ്രൊമോഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്ന നിക്ഷേപ സുരക്ഷാ ഉടമ്പടിയുണ്ട്. ഈ ഉടമ്പടിയിലെ 8ാം അനുച്ഛേദ പ്രകാരം ഈ പറയുന്ന ആളുകളുടെ പേരിൽ ഒന്നും ഒരു കേസ് എടുക്കാൻ പോലും ഖത്തറിന് നിയമപരമായി യാതൊരു അവകാശവും ഇല്ല. പക്ഷേ എന്താ, വീടിൻ്റെ ഡോറ് ചവിട്ടിപ്പൊളിച്ച് പോലീസ് അകത്ത് വരികയാണ്. എന്തുകൊണ്ടാണത്? നമ്മൾ ഇന്ത്യക്കാരാണ് എന്നുള്ളത് കൊണ്ട് മാത്രം. ഇത് മറ്റൊരു രാജ്യക്കാരനോട് ചെയ്യില്ല. ഇന്ത്യക്കാരനോടും ബംഗ്ലാദേശികളോടും നേപ്പാളികളോടും മാത്രമേ ഇവരിത് ചെയ്യൂ. ആ കാര്യം എന്താണെന്നറിയോ? നമ്മൾ അന്വേഷിച്ച് ആരും ചെല്ലൂല എന്നുള്ള ഉറപ്പ്, നമ്മളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ആരും വരില്ല എന്നുള്ള ഉറപ്പാണ്. അതേസമയം ഇത് നേരെ ഒരു ബ്രിട്ടീഷുകാരുടെ അടുത്തോ ഒന്നും വേണ്ട ഒരു പാകിസ്ഥാനിയുടെ അടുത്ത് പോലും ഇവരിത് ചെയ്യില്ല. അവരുടെയൊക്കെ എംബസികളും അവരുടെ ഗവൺമെന്റും ഒക്കെ സ്ട്രോങ് ആണ്.